KTU S7 സിവിൽ എഞ്ചിനീയറിംഗിലെ CE405 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 3-ലെ ലെക്ചർ 5 ആണിത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ ആൻഡ് കെമിക്കൽസ് യൂസ്ഡ് ആസ് കോയാഗുലൻസ്. Sedimentation aided with coagulation. Mainly two types of sedimentation ആണുള്ളത്. Plain sedimentation and second one sedimentation aided with coagulation. Plain sedimentation കുറിച്ചും sedimentation tanksന്റെ ഡിസൈനെ കുറിച്ചുമാണ് നമ്മൾ ഇതിന് മുന്നുള്ള ലെക്ചറിൽ നോക്കിയത്. So sedimentation aided with coagulation. Very fine suspended mud particles and the colloidal matter present in water cannot settle down in plain sedimentation tank of ordinary detention period. പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വെരി ഫൈൻ സസ്പെൻഡഡ് മഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ടെക്നിക് യൂസ് ചെയ്യുന്നത്. സച്ച് പാർട്ടിക്കിൾസ് can be removed easily by increasing their size by changing them into flocculated particles. വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് ഫ്ലോക്കുലേറ്റഡ് പാർട്ടിക്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. ഫോർ ദീസ് പർപ്പസ് certain chemical compounds called coagulants are added to the water which on through mixing form a gelatinous precipitate called floc. സോ ഈ ടെക്നിക്കിൽ നമ്മൾ വാട്ടറിലോട്ട് certain chemical compounds ആഡ് ചെയ്യും. ആ കെമിക്കൽ കോമ്പൗണ്ട്സിനെ കൊയാഗുലൻസ് എന്ന് പറയും. കൊയാഗുലൻസ് ആഡ് ചെയ്യുമ്പം വാട്ടറിലൊരു ജെലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ ജെലാറ്റിനസ് പ്രിസിപ്പിറ്റേറ്റിനെ ഫ്ലോക്ക് എന്ന് പറയും. ഈ ഫ്ലോക്ക് വെരി സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്ത് ഫ്ലോക്കുലേറ്റഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഈ ഫ്ലോക്കുലേറ്റഡ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ സെറ്റിലാകും. അങ്ങനെ സെറ്റിലാകുന്ന പാർട്ടിക്കിൾസ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റും. മോസ്റ്റ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ ഓർ വേസ്റ്റ് വാട്ടർ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ദ സ്റ്റേഷണറി ചാർജ്ഡ് ലെയർ ഓൺ ദ സർഫസ് ഈസ് സറൗണ്ടഡ് ബൈ എ ബൗണ്ട് ലെയർ ഓഫ് വാട്ടർ. നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ലെയർ ഫോം ചെയ്യും. ആ ലെയറിന് പുറത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു റിജിഡ് ലെയർ ഫോം ചെയ്യും. ഈ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ ഒരു കോമ്പിനേഷനാണ് നടക്കുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. Coagulation is a chemical technique which is directed towards the destabilization of charged colloidal particles. Flocculation, on the other hand, is the slow mixing technique which promotes the agglomeration of destabilized particles. ഈ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ രണ്ട് പ്രോസസ്സാണ് നടക്കുന്നത്, കൊയാഗുലേഷനും ഫ്ലോക്കുലേഷനും. ഇത് രണ്ടിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് കൊയാഗുലേഷൻ എന്നാണ് പറയുന്നത്. കൊയാഗുലേഷൻ എന്ന് പറയുന്നത് ചാർജ്ഡ് കൊളോയിഡ്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ടെക്നിക്കിനെ കൊയാഗുലേഷൻ എന്നും ഈ ഡീസ്റ്റെബിലൈസ് ആയ പാർട്ടിക്കിൾസിനെ മിക്സപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ ഫ്ലോക്കുലേഷൻ എന്നും പറയും. ഫോർ ആർട്ട് പർപ്പസസ്, however, the entire process of addition of chemicals and mixing usually referred to as coagulation. The coagulated water is finally made to pass through sedimentation tank where the flocculated particles settle down and thus are removed. ഈ flocculated particles സെറ്റിൽ ആവും, അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റും. The use of coagulants is generally necessary for clarifying raw waters containing turbidity greater than 30 to 50 milligram per liter. വാട്ടറിൽ turbidity 30 to 50 milligram per literനെക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യും. But in actual practice, plain sedimentation is rarely used in these days, and the coagulation before sedimentation is almost universally adopted in all the major water treatment plants and is followed by rapid sand filtration. നമ്മൾ റെയറായിട്ട് മാത്രമേ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ കൂടുതൽ പ്രാക്ടീസിനും സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ വാട്ടറിൽ മിക്കവാറും വെരി ഫൈനായിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. Chemicals used as coagulants. First one is alum. Aluminium sulfate Al2SO4 thrice dot 18 H2O-നെയാണ് നമ്മൾ ആലം എന്ന് പറയുന്നത്. When alum is added to water, it reacts with the bicarbonate alkalinities of water and form a gelatinous precipitate of അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ആലം നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പം ആലം വാട്ടറിലുള്ള ബൈകാർബണേറ്റ് ആൽക്കലിനിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു ജെലാറ്റിനസ് പ്രെസിപ്പിറ്റേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡാണ് ഫ്ലോക്ക്. ഈ ഫ്ലോക്ക് വെരി ഫൈൻ പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇവിടെ ഒരു അനദർ ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യും, കാൽഷ്യം സൾഫേറ്റ്. ഈ കാൽഷ്യം സൾഫേറ്റ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യും. നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നോക്കാം.
Al2SO4 thrice dot 18H2O plus 3CaHCO3 twice gives 3CaSO4 plus 2AlOH3 OH thrice plus 6CO2. ഇവിടുത്തെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഫ്ലോക്ക്. ഇനി നമ്മൾ ആലം വാട്ടറിൽ ആഡ് ചെയ്യുന്നത് വാട്ടറിൻ്റെ pH 6.5 to 8.3 വരുമ്പോഴാണ്. ഇനി നമുക്ക് വാട്ടറിൽ ആലം എങ്ങനെയാണ് ആഡ് ചെയ്യണേന്ന് നോക്കാം. ഡോസ് ഡിപ്പെൻഡ്സ് ഓൺ ടർബിഡിറ്റി ആൻഡ് കളർ ഓഫ് വാട്ടർ. ക്ലിയർ വാട്ടർ ആണെങ്കിൽ ആലം ഡോസേജ് 5 mg/ലിറ്ററും ഇൻ ടർബിഡ് വാട്ടർ ആണെങ്കിൽ 85 mg/ലിറ്ററും ആവറേജ് വാട്ടർ ആണെങ്കിൽ 70 mg/ലിറ്ററുമാണ്. ഇനി നമുക്ക് ആലം ആസ് കൊയാഗുലൻറ്റ് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ്, വെരി ചീപ്പാണ്, നോ നീഡ് ഫോർ സ്കിൽഡ് ലേബർ, ഇറ്റ് റിമൂവ്സ് കളർ, ടേസ്റ്റ് ആൻഡ് ഓർഡർ. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിഫിക്കൽട്ട് ടു ഡീവാട്ടർ ആൻഡ് ഡിസ്പോസ് ദ സ്ലഡ്ജ് ഫോംഡ്. pH 6.5നും 8.3 ആ ഒരു റേഞ്ചിലായിരിക്കണം. ഇറ്റ് കോസ് പെർമനൻറ്റ് ഹാർട്ട്. നെക്സ്റ്റ് കെമിക്കലാണ് യൂസ് ഓഫ് അയൺ സോൾട്ട് ആസ് കൊയാഗുലൻ. അയൺ സോൾട്ട്സിനകത്ത് വരുന്നതാണ് കോപ്പറാസും ക്ലോറിനേറ്റഡ് കോപ്പറാസും. ഫസ്റ്റ് നമുക്ക് കോപ്പറാസ് നോക്കാം. കോപ്പറാസ് ഈസ് ദ നെയിം ഗിവൺ ടു ഫെറസ് സൾഫേറ്റ് വിത്ത് ഇറ്റ്സ് കെമിക്കൽ ഫോർമുല FeSO4.7H2O. ഫെറസ് സൾഫേറ്റിനെയാണ് കോപ്പറാസ് എന്ന് പറയുന്നത്. കോപ്പറാസ് ഇസ് ജനറലി ആഡഡ് ടു റോ വാട്ടർ ഇൻ കൺജഷൻ വിത്ത് ലൈം. ലൈമിനോടൊപ്പമാണ് നമ്മൾ കോപ്പറാസ് വാട്ടറിൽ ആഡ് ചെയ്യുന്നത്. ലൈം മേ ബി ആഡഡ് എയ്തർ ടു കോപ്പറാസ് ഓർ വൈസ് വേഴ്സ. When lime is added to first, the following reaction is takes place. Lime first add ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ആണ് കിട്ടുന്നത്. FeSO4.7H2O plus CaOH twice gives CaSO4 plus FeOH twice plus 7H2O. Similarly, in copperas added earlier to lime, നമുക്ക് കിട്ടുന്ന കെമിക്കൽ റിയാക്ഷൻ FeSO4.7H2O plus CaHCO3 twice gives FeHCO3 twice plus CaSO4 plus 7H2O and FeHCO3 twice plus 2CaOH twice gives FeOH twice plus 2CaCO3 plus 2H2O. ഇവിടെ കിട്ടുന്ന ഫെറസ് ഹൈഡ്രോക്സൈഡ് രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷനിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ഫെറസ് ഹൈഡ്രോക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ് ഫ്ലോക്ക്. ഈ ഫ്ലോക്കാണ് നമ്മുടെ സെഡിമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. കോപ്പറാസ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് കൊയാഗുലൻറ്റ് ഫോർ റോ വാട്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് കളേർഡ്. കോപ്പറാസ് നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കളറോ ഒന്നും നോക്കിയിട്ടല്ല. ഇറ്റ് ഇസ് ജനറലി ചീപ്പർ ദാൻ ആലം ആൻഡ് ഫങ്ഷൻസ് എഫക്റ്റീവ്ലി ഇൻ ദ pH റേഞ്ച് ഓഫ് 8.5 ആൻഡ് എബവ്. ഇത് ആലത്തിനേക്കാളും ചീപ്പറാണ്. എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുന്നത് pH 8.5നോ അതിന് മുകളിലോ വരുമ്പോഴാണ്. ഫോർ കളർഡ് വാട്ടേഴ്സ് ഇറ്റ് ഈസ് ഹവർ നോട്ട് യൂസ്ഡ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഗിവ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് കോപ്പറാസ് ഇസ് റിക്വയർഡ് ഈസ് ആൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് ആലം. കോപ്പറാസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആലത്തിൻ്റെ ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിലായിരിക്കും വാട്ടറിൽ ആഡ് ചെയ്യുന്നത്. യൂസ് ഓഫ് ക്ലോറിനേറ്റഡ് കോപ്പറാസ് ആസ് കൊയാഗുലൻ. വെൻ ക്ലോറിൻ ഈസ് ആഡഡ് ടു എ സൊല്യൂഷൻ ഓഫ് കോപ്പറാസ്, the two react chemically so as to form ferric sulfate and ferric chloride. The chemical equation is as follows. നമ്മൾ ക്ലോറിനെ കോപ്പറാസിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ക്ലോറിൻ കോപ്പറാസുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറിക് സൾഫേറ്റും ഫെറിക് ക്ലോറൈഡും ഉണ്ടാവും. ഈ ഫെറിക് സൾഫേറ്റിൻ്റെയും ഫെറിക് ക്ലോറൈഡിൻ്റെയും ആ ഒരു റിസൾട്ടൻറ്റ് കോമ്പിനേഷനെയാണ് ക്ലോറിനേറ്റഡ് കോപ്പറാസ് എന്ന് പറയുന്നത്. കോപ്പറാസ് FeSO4.7H2O plus 3Cl2 gives 2Fe2SO4 thrice plus 2FeCl3 plus 42H2O. അതായത് കോപ്പറാസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറിക് സൾഫേറ്റും ഫെറിക് ക്ലോറൈഡുമായിട്ട് മാറും. It is a valuable coagulant for removing colors, especially where the raw water has low pH value. Low pH value ആണെങ്കിലും നമുക്ക് ഈ ക്ലോറിനേറ്റഡ് കോപ്പറാസ് ഒരു എഫക്റ്റീവ് കോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. Both these constituents of chlorinated copperas along with the lime are effective coagulant. ഒരു എഫക്റ്റീവ് കൊയാഗുലൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഈ ക്ലോറിനേറ്റഡ് കോപ്പറാസിൻ്റെ കൂടെ ലൈം ആഡ് ചെയ്യും. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്വിക്ക് എഫക്റ്റീവ് ആണ്. അപ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെറിക് സൾഫേറ്റ് ഹൈഡ്രേറ്റഡ് ലൈമുമായിട്ട് റിയാക്ട് ചെയ്ത് 3CaSO4ഉം 2FeOH ത്രൈസുമായിട്ട് മാറും. ഈ 2FeOH ത്രൈസ് അതായത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടുത്തെ ഫ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം
നമുക്ക് കിട്ടിയ ബൈ പ്രോഡക്റ്റ് ആയ ഫെറിക് സൾഫേറ്റുമായിട്ട് ഹൈഡ്രേറ്റഡ് ലൈം ആഡ് ചെയ്ത കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ഫെറിക് ക്ലോറൈഡുമായിട്ട് ഹൈഡ്രേറ്റഡ് ലൈം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3CaCl2ഉം 2FeOH ത്രൈസും കിട്ടി. ഇവിടെ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡാണ് ഫ്ലോക്ക്. ഈ ഫ്ലോക്കാണ് നമ്മൾ സെഡിമെൻറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫെറിക് സൾഫേറ്റ് ഈസ് ക്വിക്ക് എഫക്റ്റീവ് ഇൻ ദ pH റേഞ്ച് ഓഫ് 4 to 7 ആൻഡ് എബവ് 9. ഫെറിക് സൾഫേറ്റ് ക്വിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് 4 to 7 ആൻഡ് എബവ് 9 pHയിലാണ്. ഇനി ഫെറിക് ക്ലോറൈഡ് ക്വിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത് 3.5 to 6.5 ആ ഒരു pH റേഞ്ചിലാണ് ആൻഡ് എബവ് 8.5. Combination has therefore proved to be a very effective coagulant for treating low pH waters. അടുത്ത coagulant ആണ് യൂസ് ഓഫ് സോഡിയം അലുമിനേറ്റ് ആസ് coagulant. Besides alum and iron salts, sodium aluminate is also sometimes used as a coagulant. This chemical, when dissolved and mixed with the water, reacts with the salts of calcium and magnesium, resulting formation of precipitate of calcium or magnesium aluminate. The chemical reactions are involved in സോഡിയം അലുമിനേറ്റ് നമ്മളൊരു കൊയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം അലുമിനേറ്റ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് സാൾട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫ്ലോക്ക് എന്ന് പറയുന്നത് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അലുമിനേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്ലോക്ക്. ഈ ഫ്ലോക്കാണ് സെഡിമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് കൊയാഗുലൻ്റ് ഈസ് അബൌട്ട് 1.5 times കോസ്റ്റ്ലിയർ ദാൻ ആലം. കൊയാഗുലൻ്റ് ആലത്തിനേക്കാളും 1.5 times കോസ്റ്റ്ലിയർ ആണ് ആൻഡ് ഈസ് ദെയർഫോർ ജനറലി അവോയ്ഡഡ് ഫോർ ട്രീറ്റിംഗ് ഓർഡിനറി പബ്ലിക് supplies, but however it is very useful for treating waters which do not have natural desired alkalinity and thus cannot be treated with a pure alum. നമുക്ക് ഇത് ആലത്തിനേക്കാളും കോസ്റ്റ്ലിയർ ആണ്. പക്ഷേ ഇതിലൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഹാർഡ്നെസ് വളരെ കുറച്ച് മാത്രമേ ഇമ്പാർട്ട് ചെയ്യുന്നുള്ളൂ. ആലമാണെങ്കിൽ ആലം പെർമനൻറ്റ് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് 1.5 times ആലത്തിനേക്കാളും കോസ്റ്റ്ലിയർ ആണ്. As the evident from these above equations, this chemical further reduces temporary as well as the permanent hardness present in raw supplies rather than increasing same as is done by alum. This coagulant is therefore widely used for treating boiler feed waters which permit very low values of hardness. ഇത് നമ്മൾ വൈഡലി യൂസ് ചെയ്യുന്നത് ബോയിലർ ഫീഡ് വാട്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോ വാല്യൂസ് ഓഫ് ഹാർഡ്നെസ് ആയിരിക്കും ഇത് പെർമിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് ആലം റിക്വയർഡ് ഇൻ ഓർഡർ ടു ട്രീറ്റ് 13 million liters of water per day at a treatment plant where 12 ppm alum dosage is required. Also determine the amount of carbon dioxide gas which will be released per liter of water treated. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ആലം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ടു ട്രീറ്റ് 13 million liters ഓഫ് വാട്ടർ പെർ ഡേ. നമുക്ക് ആലം ഡോസേജ് 12 ppm ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കണം വിച്ച് വിൽ ബി റിലീസ്ഡ് പെർ ലിറ്റർ ഓഫ് വാട്ടർ ട്രീറ്റഡ്. ഇനി നമുക്ക് സൊല്യൂഷനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നോട്ട് ഡൗൺ ചെയ്യാം. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രീറ്റഡ് തന്നിട്ടുണ്ട് 13 million liters ആണ്. 13 million liters. So 13 into 10 raised to 6 liters per day. ഇനി ആലം ഡോസേജ് തന്നിട്ടുണ്ട് 12 ppm. 12 ppm എന്ന് പറയുന്നത് 12 milligram per liter ആണ്. ഇനി എമൗണ്ട് ഓഫ് ആലം റിക്വയർഡ് പെർ ഡേ കണ്ടുപിടിക്കണം. എമൗണ്ട് ഓഫ് ആലം റിക്വയർഡ് പെർ ഡേ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? ആലം ഡോസേജ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് ഓഫ് ആലം റിക്വയർഡ് പെർ ഡേ കിട്ടും. അതായത് 13 into 10 raised to 6 into 12 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 13 into 10 raised to 6 into 12 ചെയ്യുമ്പം 156 into 10 raised to 6 milligram എന്ന് കിട്ടും. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 156 kilogram എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആലം വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പം അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കും. സോ ആലം വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആലം അവിടെയുള്ള ബൈകാർബണേറ്റ് ആൽക്കലിനിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ ഫ്ലോക്ക് ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ആ ഒരു റിയാക്ഷൻ എഴുതുക. റിയാക്ഷൻ എഴുതുമ്പം Al2SO4 thrice dot 18H2O plus CaHCO3 twice gives 2AlOH
ട്രൈസ് പ്ലസ് 3CaSO4 പ്ലസ് 18H2O പ്ലസ് 6CO2. ഇവിടെ നിന്നും നമ്മുടെ എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത് പെർ ലിറ്റർ ഓഫ് വാട്ടർ ട്രീറ്റഡ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആലത്തിൻ്റെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. സോ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആലത്തിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് വെയിറ്റ് അറിയണം. സോ അറ്റോമിക് വെയിറ്റ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട അറ്റോമിക് വെയിറ്റുകൾ അലുമിനിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് 26.9 ആണ്. അതുപോലെ കാർബണിൻ്റെ അറ്റോമിക് വെയിറ്റ് കാർബണിൻ്റെത് 12.01 ആണ്. അലുമിനിയത്തിൻ്റെത് 26.9 ആണ്. സൾഫറിൻ്റെത് 32.066 ആണ്. ഓക്സിജൻ്റെത് 16 ആണ്. ഹൈഡ്രജൻ്റെത് 1.008 ആണ്. സോ ഇത്രയും അറിയാമെങ്കിലേ നമുക്ക് മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. സോ ഇനി നമുക്ക് ആലത്തിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. ആലത്തിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ആലത്തിൻ്റെ കെമിക്കൽ ഫോർമുല Al2SO4 3.18H2O. ഇവിടെ നിന്ന് നമ്മൾ ആലത്തിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? 26.97 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു സൾഫറിൻ്റെ എത്രയാണ്? 32.066 പ്ലസ് ഓക്സിജൻ്റെത് 16 ആണ്. 4 ഇൻറ്റു 16 പ്ലസ് 18 ഇൻറ്റു ഹൈഡ്രജൻ്റെത് 2 ഇൻറ്റു 1.008 പ്ലസ് ഓക്സിജൻ്റെത് 16. അത് നമ്മൾ മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് ആലം 666 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? കാർബണിൻ്റെത് 12.01 ആണ്. ഓക്സിജൻ്റെത് 16 ആണ് ഇൻറ്റു 2. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44.01 എന്ന് കിട്ടും. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 44 എന്ന് എടുത്തു. സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? 666 മില്ലിഗ്രാം ഓഫ് ആലം ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 6 ഇൻറ്റു 44 മില്ലിഗ്രാം ഓഫ് CO2 റിലീസ് ചെയ്യും. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 12 മില്ലിഗ്രാം ഓഫ് ആലം ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്ര CO2 ആണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ 12ന് എത്ര CO2 റിലീസ് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 12ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യും? ഈ 6 ഇൻറ്റു 44 ഡിവൈഡഡ് ബൈ 666 ഇൻറ്റു 12 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 12 മില്ലിഗ്രാം ആലത്തിന് എത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നതെന്ന് കിട്ടും. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4.76 മില്ലിഗ്രാം എന്ന് കിട്ടും. സോ 12 milligram of alum is required for treating 1 liter of water. The quantity of CO2 evolved per liter of water is 4.76 milligram.